Good morning children. Welcome to my channel. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സീറോസ് കണ്ടുപിടിച്ച് ആ സീറോസും കോയിഫിഷ്യൻസും തമ്മിലുള്ള റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. There is a relation between the zeros and the coefficients of a quadratic polynomial. So let us see what is that relation, how it is to be verified. Okay. See this question. Find the zeros of the polynomial p of x is equal to 2x square minus 7. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന എക്സാമ്പിളിൽ നോർമൽ ഫോമിലുള്ള ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആയിരുന്നു. ദാറ്റ് ഈസ് എ എക്സ് സ്ക്വയർ plus bx plus c. All the three terms were there and we have factorized it by splitting the middle term and found the zeros. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേകത ഉണ്ടോ? Only two terms are there. That is first term and the last term. മിഡിൽ ടേം മിസ്സിംഗ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഈ രീതിയിലുള്ള ക്വാഡ്രാറ്റിക് പോളിനോമിയൽ വന്നാൽ ഹൗ വി ക്യാൻ ഫാക്ടറൈസ് ഇറ്റ് ആൻഡ് ഹൗ വി ക്യാൻ ഫൈൻഡ് ദ സീറോസ്. ഞാൻ ആദ്യം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നോക്കൂ, ആദ്യം നമ്മൾ സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. 2x സ്ക്വയർ മൈനസ് 7 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് ആവശ്യമില്ല. ഇതിനെ നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിൽ എക്സ്പ്രസ് ചെയ്തിട്ട് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആയിട്ട് ഫാക്ടറൈസ് ചെയ്യാം. ദാറ്റ് ഇസ് ദ ഈസിയസ്റ്റ് വേ ഹിയർ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ 2x സ്ക്വയറിനെ എ സ്ക്വയർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്നത്? ബട്ട് നിങ്ങൾക്കറിയാം 2 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ, ഒരു നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ അല്ല. അപ്പോൾ 2 എന്നുള്ള സ്ക്വയർ കിട്ടുന്നത് എങ്ങനെയാണ്? √2 ഇൻറ്റു √2 ആണ് 2. മനസ്സിലായോ? അപ്പോൾ √2ൻ്റെ സ്ക്വയർ ആണ് 2. ദെൻ എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ 2x സ്ക്വയറിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? √2x ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഈ ബ്രാക്കറ്റ് ഇസ് മസ്റ്റ്. √2x ദ ഹോൾ സ്ക്വയർ മൈനസ് അഗെയിൻ 7. 7 ഇസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. 7നെ നമുക്ക് എങ്ങനെ എഴുതാം? √7 ദ ഹോൾ സ്ക്വയർ. അപ്പം 7 is written as √7 square. 2x square is written as √2x the whole square is equal to 0. Now it is in the form a square minus b square. So we can factorize it using the identity a plus b into a minus b. അപ്പോൾ how we can write this? ഇത് a, ഇത് b. So √2x plus √7 into √2x minus √7 is equal to 0. അപ്പോൾ a plus b into a minus b is equal to 0. So രണ്ട് ബ്രാക്കറ്റ്സിൻ്റെ പ്രോഡക്റ്റ് 0 ആകണമെങ്കിൽ any one of this should be 0 or both should be 0. അപ്പോൾ ഇവിടെ √2x plus √7 is equal to 0 ആണെങ്കിൽ √2x is equal to √7നെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ മൈനസ് √7. സോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് √7 ബൈ √2. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, മൈനസ് ഓഫ് √7/2. ബിക്കോസ് യു നോ ദാറ്റ് √a ബൈ √b ഇസ് ഈക്വൽ ടു √a ബൈ b. അപ്പോൾ ഇവിടെ √7/√2 ഇസ് ഈക്വൽ ടു √7/2. അപ്പോൾ ഇവിടെ എക്സിൻ്റെ ആൻസർ മൈനസ് √7/2. ഇനി അതർ പാർട്ട് നമുക്ക് നോക്കാം. √2x മൈനസ് √7 ഇസ് ഈക്വൽ ടു 0. സോ √2x ഇസ് ഈക്വൽ ടു മൈനസ് 7 ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ √7. So x is equal to √7/√2. That is x is equal to √7/2. അപ്പോൾ ഇവിടുത്തെ രണ്ട് സീറോസ്, ഒന്ന് മൈനസ് √7/2, ദ അതർ വൺ ഈസ് പ്ലസ് √7/2. അപ്പോൾ ഈ പോളിനോമിയലിൻ്റെ സീറോസ് എന്ന് പറയുന്നത് ദ സീറോസ് ആർ മൈനസ് √7/2 ആൻഡ് √7/2. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ ടൈപ്പ് ഓഫ് പോളിനോമിയൽസിൻ്റെ റൂട്ട് അല്ലെങ്കിൽ സീറോസ് കണ്ടുപിടിക്കാൻ പറ്റും. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. See the next question. Find the zeros of p of x is equal to 2x square plus 4x. അപ്പോൾ ഇതും ഒരു സ്പെഷ്യൽ പോളിനോമിയലാണ്. വാട്ട് ഇസ് എ സ്പെഷ്യാലിറ്റി? ഇവിടെ നോക്കൂ, ജനറൽ ഫോമിൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഉണ്ട്. ബട്ട് ഇവിടെ നമുക്ക് 2 ടേംസേ ഉള്ളൂ. ഈ 2 ടേംസ് ഏതൊക്കെയാണ്? എക്സ് സ്ക്വയർ വരുന്ന ടേമും എക്സ് വരുന്ന ടേമും. ദാറ്റ് മീൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്ന നമ്പർ ഇവിടെ ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ വാട്ട് ഈസ് ദ ഈസിയസ്റ്റ് വേ ടു ഫൈൻഡ് ദ സീറോസ്? So look here. So 2x square
പ്ലസ് 4x ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് ഈ രണ്ട് ടേംസിലും ഉള്ള കോമൺ ഫാക്ടറിനെ പുറത്തെടുക്കുക. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് 2 കോമൺ ആണ്, പിന്നെ എക്സ് സ്ക്വയർ എക്സ് ഈസ് ഓൾസോ കോമൺ ഫാക്ടർ. അപ്പോൾ ഇൻസൈഡിൽ യു ആർ ഗെറ്റിംഗ് എക്സ്, കാരണം 2x സ്ക്വയറിലെ 2x ഇസ് ഔട്ട്, നൗ 1x ഇസ് ഹിയർ. ഇവിടെ 4ന്റെ ഒരു ഫാക്ടർ 2 വെളിയിലുണ്ട്, അപ്പോൾ അകത്ത് ഇൻസൈഡിൽ 2x ഇസ് ഓൾറെഡി ഔട്ട്. സോ വി ഗോട്ട് ഇറ്റ് ഫാക്ടറൈസ്ഡ്. അപ്പോൾ ഇവിടെ 2x ഇൻറ്റു എക്സ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഒന്നുകിൽ 2x 0 ആകണം, അല്ലെങ്കിൽ എക്സ് പ്ലസ് 2 0 ആകണം, എങ്കിലേ പ്രോഡക്റ്റ് 0 ആകത്തുള്ളൂ. അപ്പോൾ 2x 0 ആകുക എന്ന് പറഞ്ഞാൽ x is equal to 0/2 or x is equal to 0. Because 0 divided by any number, the answer is 0. Now see the second part. x is equal to 2നെ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ -2. അപ്പോൾ അങ്ങനെ we got the 2 zeros. The zeros are 0 and -2. The zeros are 0 and -2. അപ്പോൾ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ഞാൻ പറയാം. ഈ എക്സ് സ്ക്വയറും എക്സും മാത്രം വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഒരു 0 എപ്പോഴും 0 തന്നെ ആയിരിക്കും, ആൻഡ് മറ്റേ 0 ഒരു റിയൽ നമ്പർ ആയിരിക്കും. അപ്പോൾ അത് എപ്പോഴും അത് അങ്ങനെ തന്നെ ആയിരിക്കും. വൺ ഓഫ് ദ സീറോസ് വിൽ ബി ദ നമ്പർ 0, ദ അതർ വിൽ ബി എ റിയൽ നമ്പർ. പ്രീവിയസ് ടൈപ്പിലെ ക്വസ്റ്റ്യനിൽ എപ്പോഴും രണ്ട് നമ്പേഴ്സും അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് ഈച്ച് അതർ ആയിരിക്കും. ഒന്നിപ്പോൾ 3 ആണെങ്കിൽ മറ്റേത് -3 ആയിരിക്കും, ഒന്ന് 5 ആണെങ്കിൽ മറ്റേത് -5 ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്പെഷ്യാലിറ്റി ഈ രണ്ട് ടൈപ്പ് ഓഫ് പോളിനോമിയൽസിനുണ്ട്. ഇനി മറ്റേ സാധാരണ ഈ മോഡൽ ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ നമുക്ക് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ഉപയോഗിച്ച് ഫാക്ടറൈസ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സീറോസ്. ഐ ഹാവ് ടോൾഡ് യു അറ്റ് ദ മോസ്റ്റ് ദെയർ ആർ 2 zeros. ഈ രണ്ട് സീറോസും ഈ പോളിനോമിയലിൻ്റെ കോയിഫിഷ്യൻസ് ഏതൊക്കെയാണ്? A, B and C. A is the coefficient of x square, B is the coefficient of x, C is the constant term. അപ്പോൾ ഈ എയും ബിയും സിയും സീറോസും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് സീറോസിനെ ലെറ്റ് us call it as alpha and beta. If alpha and beta are the സീറോസ്, അപ്പോൾ സീറോസിനെ വിളിക്കുന്ന ഒരു നെയിം എന്നേ ഉള്ളൂ, ആൽഫ ആൻഡ് ബീറ്റ. ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ്, then the relation is like this. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ ഈ സീറോസിൻ്റെ സമ്മ് വിൽ ബി ഈക്വൽ ടു -b/a. അപ്പോൾ എന്താണ് -b/a? മിഡിൽ ടേമിൻ്റെ കോയിഫിഷ്യൻറ്റിൻ്റെ നെഗറ്റീവ്, മൈനസ് ഓഫ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് ബൈ എ എന്ന് പറയുന്നത് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാം, ആൽഫ പ്ലസ് ബീറ്റ ഏതിന് ഈക്വൽ ആയിരിക്കും? -b/aക്ക് ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ ആൽഫ ഇൻറ്റു ബീറ്റ, ദാറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ സീറോസ്, വിൽ ബി ഈക്വൽ ടു c/a. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷനാണ് of a quadratic polynomial. The relation between the zeros and the coefficients, zeros ആൽഫയും ബീറ്റയും, ഇത് കോയിഫിഷ്യൻസ്. അപ്പം ഈ ഒരു റിലേഷൻ എല്ലാ ക്വാഡ്രാറ്റിക് പോളിനോമിയലിലും ട്രൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ റിലേഷൻ വെരിഫൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, see this question. Find the zeros of the polynomial x square minus 10x plus 21 and verify the relation between the zeros and the coefficients. So first you have to find the zeros. Well, let us take the polynomial x square minus 10x plus 21. You have to find the zeros. So sum of that we are going to apply the method of splitting the middle term. Sum of the two numbers is equal to -10 and product of the two numbers is equal to first into last. That is, ഇവിടുത്തെ നമ്പർ ഇപ്പോൾ 1 ആണെങ്കിൽ if nothing is there, that is to be considered as 1. അപ്പോൾ 1 into 21. So you have to think of two numbers whose product is 21 and sum is -10. അപ്പോൾ പ്രോഡക്റ്റ് 21 ആകുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 7 3s are 21, then 1 into 21. അപ്പോൾ ഇതിലേത് നമ്പേഴ്സാണ്
ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടുന്നത്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രോഡക്റ്റ് പോസിറ്റീവ് ആണ്. ദാറ്റ് മീൻസ് ഈ -10 രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ സ്പ്ലിറ്റ് ചെയ്ത് കിട്ടുന്ന രണ്ട് നമ്പറുകൾ ആഡ് ചെയ്യുമ്പോൾ -10 കിട്ടണമെങ്കിൽ നമ്മളിപ്പോൾ 1 ഉം 21 എടുത്താൽ ശരിയാകത്തില്ല. സോ വാട്ട് ആർ ദ നമ്പേഴ്സ്? 7 and 3. സോ ദ നമ്പേഴ്സ് ആർ -7 and -3. ഈ മിഡിൽ ടേമിൻ്റെ ഈ സൈന് നമ്മൾ ആ രണ്ട് നമ്പറിനും കൊടുക്കണം. -7. അപ്പം now let us check -7 and -3. When you add you get -10. When you multiply it becomes 21. So we can split the middle term. That is x² -7x. ഇതിൽ ഏത് വേണമെങ്കിലും ആദ്യം എഴുതാം. -3x + 21. This should be equal to 0. ഓക്കെ. അപ്പോൾ സീറോസ് എന്ന് പറഞ്ഞാൽ നെറ്റ് വാല്യൂ 0 ആയിട്ട് കിട്ടണം നമുക്ക്. അപ്പോൾ ഇതിനെ ഒരു പെയർ ആക്കുന്നു, ഇതിനെ ഒരു പെയർ ആക്കുന്നു. വി ടേക്ക് എക്സ് ആസ് എ കോമൺ ഫാക്ടർ ഫ്രം ഹിയർ. സോ x -7. ഇവിടെ -3 കോമൺ എടുക്കണം. ഈ മൈനസ് സൈൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് കോമൺ ആയിട്ട് എടുക്കണം. സോ -3 പുറത്തെടുക്കുമ്പോൾ ഇൻസൈഡിൽ എക്സ് -7. ഇപ്പൊ എങ്ങനെയാണ് ഇവിടെ മൈനസ് വന്നത്? ഈ പ്ലസ് എന്ന് പറയുന്നത് മൈനസ് ഇൻറ്റു മൈനസ് ആണ് പ്ലസ്. അപ്പൊ ഇവിടെ മൈനസ് കോമൺ എടുത്ത സ്ഥിതിക്ക് പ്ലസിൽ നിന്ന് ഒരു മൈനസ് വെളിയിൽ വന്നു. അപ്പൊ ഒരു മൈനസ് ഇൻസൈഡിൽ വരണം. സോ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. മനസ്സിലായോ? അപ്പം പ്ലസ് സൈനിൽ നിന്ന് മൈനസ് കോമൺ എടുത്താൽ മറ്റേ ഫാക്ടർ എപ്പോഴും മൈനസ് ആയിട്ട് കൊടുക്കണം. ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നോക്കൂ, ഇത് ഈ രണ്ട് ബ്രാക്കറ്റ്സ് സെയിം ആയി. സോ x -7 കോമൺ ആയിട്ട് നമ്മൾ പുറത്തെടുക്കുമ്പോൾ ഇൻസൈഡിൽ x -3. x -3. മനസ്സിലായോ? x -7 we took as a common factor. So x -3 is the other factor. So x -7 into x -3 is equal to 0. Now we have to find the zeros by equating with the 0. So x -7 0 ആണെങ്കിൽ x is equal to 7. x -3 0 ആണെങ്കിൽ x is equal to 3. Hence we got the two values for x which are the zeros of this polynomial. അപ്പോൾ ഇവിടുത്തെ zeros ഏതൊക്കെയാണ്? ആൽഫ is 7 and beta is 3. ഇത് ജസ്റ്റ് പേരെന്നുള്ളതേ ഉള്ളൂ. Anyone you can call as alpha, the other can be called as beta. Okay, so we obtain the two zeros of the given polynomial. Now we have to verify the relation. So what is the relation? ഫസ്റ്റ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രണ്ട് വാല്യൂസ് ആഡ് ചെയ്യുന്നു. സോ യു ഗെറ്റ് ദ ആൻസർ 10. അപ്പോൾ ഈ നമ്മുടെ റിലേഷൻ പറയുന്നത് ആൽഫ പ്ലസ് ബീറ്റ ഏതിന് ഈക്വൽ ആയിരിക്കുമെന്നാണ് -b/a. അപ്പോൾ നമുക്ക് ആദ്യം ഈ എയും ബിയും സി എന്താണെന്ന് ഒന്ന് എടുത്തെഴുതാം. സോ സൈഡിലോട്ട് എഴുതാം. a is equal to 1, b is equal to -10 and c is equal to 21. അപ്പോൾ ഈ മൂന്ന് വാല്യൂസ് ആണ് കോഎഫിഷ്യൻസ് എ, ബി ആൻഡ് സി. അപ്പോൾ നമുക്ക് -b/a. സോ ലെറ്റ് us see what is -b/a. b -10. അപ്പം -b എന്ന് പറയുമ്പോൾ -10/a. a is 1. That is minus into minus plus. So plus 10/1 which is equal to 10. Now you see alpha plus beta യുടെ ആൻസർ തന്നെയാണ് -b/a ആൻസർ. So what did we verify? Hence alpha plus beta is equal to -b/a is verified. So this portion is verified. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ വെരിഫൈ ചെയ്തു. അടുത്തത് ആൽഫ ഇൻറ്റു ബീറ്റ. So alpha into beta. See the value 7 into 3 is equal to 21. അപ്പോൾ ആൽഫ ഇൻറ്റു ബീറ്റ ഏതിന് ഈക്വൽ ആണെന്നാണ് റിലേഷൻ? c/a. സോ c/a എന്താണെന്ന് നമുക്ക് നോക്കാം. c/a. വാട്ട് ഈസ് എ c? c is a 21a1. So 21/1 which is equal to 21. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ രണ്ട് ആൻസറും സെയിം ആണ്. ദാറ്റ് മീൻസ് ആൽഫ ഇൻറ്റു ബീറ്റ is equal to c/a. So that relation is also verified. So hence we found the zeros and verified the relation between the zeros and the coefficients. See the next question. Again, find the zeros of p of y is equal to 2y² - 1 and verify the relation between the zeros and the coefficients. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുത്തെ സീറോസ് ഒന്ന് എഴുതാം. പോളിനോമിയൽ p of y is equal to
2y². അപ്പോൾ ഈ പോളിനോമിയൽ മിഡിൽ ടേം മിസ്സിംഗ് ആണ്. ദാറ്റ് മീൻസ് നമുക്കത് 0y എന്നിട്ട് കൊടുക്കാം, -1. അപ്പോൾ ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലായി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ, ബി ആൻഡ് സി? എ ഈസ് ഈക്വൽ ടു 2, ബി ഈസ് ഈക്വൽ ടു 0, ഓക്കെ, സി ഈസ് ഈക്വൽ ടു -1. അപ്പോൾ എയും ബിയും സിയും കിട്ടി. ഇനി നമുക്കിതിൻ്റെ സീറോസ് കണ്ടുപിടിക്കാം. അപ്പോൾ സീറോസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഫസ്റ്റും ലാസ്റ്റും ടേംസ് മാത്രം ഉള്ളപ്പം ദ മെത്തേഡ് ഈസ് first we equate with 0, then we factorize using the identity a² minus b². അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ a² minus b² ഫോമിൽ എഴുതാം? അപ്പോൾ ഐഡൻറ്റിറ്റി a² minus b² is equal to a plus b into a minus b. ഐഡൻറ്റിറ്റിയുടെ ഹെൽപ്പ് എടുക്കുകയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ സ്ക്വയർ ഫോമിൽ എഴുതാം? 2 എന്ന് പറയുന്നത് √2ൻ്റെ സ്ക്വയർ ആണ്. So we can write this as √2y the whole square minus 1 can be written as 1². So is equal to 0. Now it is in the form a² minus b². So we can factorize it in this form. So we can write it as √2y plus 1 into √2y minus 1 is equal to 0. Okay, അപ്പോൾ a² minus b² we factorize in the form a plus b into a minus b. Now each one we can equate with 0 and find the zeros. So √2y plus 1 is equal to 0. That means √2y is equal to -1. So y is equal to -1 by √2. അപ്പോൾ ഇതൊരു 0 ആണ്. അടുത്ത പാർട്ട് √2y minus 1. √2y minus 1 is equal to 0. So √2y is equal to 1. So y is equal to 1 by √2. So hence we obtained the zeros of the polynomial. So alpha is equal to -1 by √2 and beta is equal to 1 by √2. അപ്പോൾ ആൽഫയും ബീറ്റയും നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തു. Okay. Now we have to verify the relations. So alpha plus beta, that is -1 by √2 plus 1 by √2. നോക്കൂ, രണ്ടും ഒരേ numbers with opposite sign ആണ്. So it will get cancelled and you get the answer 0. അപ്പോൾ രണ്ട് രീതി മനസ്സിലാക്കാം. ഇങ്ങനെ ഒരേ നമ്പർ വിത്ത് ഓപ്പോസിറ്റ് സൈൻ ഗെറ്റ് ന്യൂട്രലൈസ്ഡ് ആൻഡ് 0, അല്ലെങ്കിൽ ഇപ്പോൾ അപ്പോൺ √2 എടുക്കുമ്പോൾ -1 plus 1 ദാറ്റ് ബിക്കം 0. 0 by √2 is equal to 0. എങ്ങനെ വേണമെങ്കിലും നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. നൗ ഇത് ഏതിന് ഈക്വൽ ആയിരിക്കണം? -b/a ഈക്വൽ ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. സോ -b എന്ന് പറയുമ്പോൾ നമ്മുടെ b 0 ആണ്. അപ്പോൾ 0 മൈനസ് ആയാലും പ്ലസ് ആയാലും 0 തന്നെയാണ്. ബൈ a എന്ന് പറയുന്നത് 2. അപ്പോൾ 0 divided by any number, the answer is 0. Now you see both the answers are same. So we verified alpha plus beta is equal to -b/a, which is verified. Okay, so that relation is verified. Now alpha into beta. So -1 by √2 into 1 by √2, which is equal to -1 by 2. √2 into √2, 2. So -1 by 2. Now let us see whether it is equal to c by a. C by a. What is c? C is equal to -1. A is equal to 2. So -1 by 2. So directly you are getting the same answer. കണ്ടോ, ഇത് രണ്ടും സെയിം ആണ്. That means we have verified alpha into beta is equal to c by a. That relation is also verified. Hence we verified that sum of the zeros is equal to -b/a and product of the zeros is equal to c by a. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഒരു പോളിനോമിയലിൻ്റെ സീറോസ് കണ്ടുപിടിക്കാനും ആ സീറോസും കോയിഫിഷ്യൻസും തമ്മിലുള്ള റിലേഷൻ വെരിഫൈ ചെയ്യാനും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. സോ വിൽ മീറ്റ് വിത്ത് അതർ ടോപ്പിക്സ് ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ടിൽ ദെൻ, ബൈ.